മലയാളിക്ക് ഒരു മുഖവുര ആവശ്യമില്ലാത്ത ബ്രാൻഡാണ് നെല്ലറ. ഈ നെല്ലറയുടെ വിജയകഥ നെല്ലറയുടെ സാരഥികൾ വിവരിക്കുകയാണ്. മാനായിട്ടുള്ള ബാബുക്കാൻ്റെ പെങ്ങളുടെ ഭർത്താവാണ്. അദ്ദേഹം 1984 തുടങ്ങുന്ന കേവലൊരു മില്ലാണ്. അന്ന് തുടങ്ങുമ്പോൾ ശരിക്കും അന്നത്തെ ആ ട്രഡീഷണൽ രീതിയിലുള്ള ഫ്ലോർ മില്ല് നമുക്കറിയാം. അവിടെ അന്നത്തെ കാലത്ത് അറബികളൊക്കെ ഈ പ്രൊഡക്ട്സ് അങ്ങനെ പൊടിയല്ല മേടിക്കാറ്. അവർ എല്ലാ സാധനങ്ങളും അവിടെ വന്ന് പർച്ചേസ് ചെയ്ത് റോ ആയിട്ട് മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി കഴുകി ഉണക്കി വീണ്ടും പൊടിപ്പിക്കാൻ കൊണ്ടുവരുന്ന സംവിധാനമാണ്. ഇങ്ങനത്തെ ഒരു ഫ്ലോർ മില്ലായിരുന്നു ഞങ്ങളുടെ. അതിനുശേഷം ഒരു റോസ് ഫ്ലോർ എന്നുള്ള ഒരു പേരിൽ കുറച്ച് പാക്കറ്റുകളൊക്കെ ഇറക്കി ഞാൻ വരുമ്പോൾ സത്യത്തിൽ ഞാനടക്കം 4ാമത്തെ സ്റ്റാഫായിട്ടാണ് 1992 വരുന്നത്. അപ്പോൾ അതുവരെയുള്ള കഥ ഇങ്ങനെയാണ്. അതുപോലെ ഒരുപാട് എഫേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലെ സൈക്കിളിലൊക്കെ കൊണ്ടുപോയിട്ടും അപ്പോൾ തന്നെ ചെറിയൊരു വണ്ടിയിൽ കൊണ്ടുപോയിട്ടും ഒരുപാട് നേരം ജോലി ചെയ്തിട്ടുള്ള ആ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുമ്പോഴാണ് ഞാൻ വരുന്നത്. 1992 ഞാൻ വരുമ്പോൾ ശരിക്കും അന്നത്തെ ആ ഒരു ചുറ്റുപാട് എന്ന് പറയുമ്പോൾ ഒരു വണ്ടിയിൽ കുറേ സാധനം കൊണ്ടുവന്ന് അപ്പോൾ തന്നെ കടയിൽ കച്ചവടം, അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന ചിന്തയായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മളെ ആ ഒരു എന്താ പറയുക ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ മാക്സിമം നമ്മുടെ കടയിലെ കച്ചവടം കൂട്ടുകയും പിന്നീട് എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഒരു വണ്ടി കൂടി ആഡ് ഓൺ ചെയ്തിട്ട് കച്ചവടം കൂടുകയാണ് ചെയ്തത്. പക്ഷെ അന്ന് നമ്മളൊരു ബ്രാൻഡിൽ നിന്നപ്പുറം സാധനം മാർക്കറ്റ് ഹോൾസെയിലായിട്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിനൊരു പേരുണ്ടായിരുന്നു റോസ് ഫ്ലവർ. നമ്മളെന്ന് വെച്ചോളം ആ ഒരു മില്ല് എന്ന കോൺസെപ്റ്റ് ഒരുപാട് അതിന് എന്താ പറയുക കണ്ടിന്യൂവേഷൻ നോക്കുമ്പോൾ അതിനൊരു സസ്റ്റൈബിലിറ്റി ഇല്ല എന്നുള്ള അന്നേ നമുക്കൊക്കെ ചിന്തകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ആ ഒരു നമ്മുടെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ നമ്മൾ ജോലിക്ക് വന്നാൽ 8 മണിക്ക് വന്ന രാത്രി ഒരു 12, 1 മണി, 2 മണിയൊക്കെ ആവും ജോലി കഴിഞ്ഞ് പോകും. കാരണം അത്രയും ഓർഡറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ ഹെൽപ്പേഴ്സോ ഒന്നും ഇല്ലാതെ നമ്മൾ തന്നെ എല്ലാം ചെയ്യുകയായിരുന്നു. അപ്പോൾ 4 സ്റ്റാഫ് ഉള്ള ആ ഒരു കമ്പനിയിലെ അവസ്ഥയോളം എല്ലാ പണികളും എല്ലാവരും എടുക്കണം. അപ്പോൾ ഒരാൾ തന്നെ എല്ലാ പണി, ഇപ്പോൾ സെയിൽസ്, ഓർഡർ എടുക്കൽ, പാക്ക് ചെയ്യൽ, ബില്ല് എഴുതൽ, കയറ്റൽ, ലോഡിങ്, അൺലോഡിങ്, അതിൻ്റെ ഇടയ്ക്ക് പൊടിക്കണം, ഇതെല്ലാം കൂടിയുള്ള ഒരു പണിയായിരുന്നു അന്നത്തൊക്കെ. ജീവിതത്തെ സ്വാധീനിച്ച് പറഞ്ഞാൽ ഞാൻ ഗൾഫ് വരുന്നവരെ ഡിഗ്രി സെക്കൻഡ് ഇയർ വരുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ തീരെ അധ്വാനിക്കുന്ന ഒരു മൈൻഡല്ലായിരുന്നു. നാട്ടിലെങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് ആവശ്യമുള്ള ചെറിയ പൈസകളൊക്കെ ഉണ്ടാക്കുന്ന പ്രവണത എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നമ്മളെ ഞെട്ടിച്ച് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടെ കടയിൽ വരുമ്പോൾ ചെറിയ എന്തെങ്കിലും പണി നമ്മളതിൽ ക്യാഷിലിരിക്കാമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചത്. നമ്മളെ അവിടെ ഏൽപ്പിച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അളിയൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ചെറിയ പണി, പക്ഷേ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ 1 മിനിറ്റ് ഉച്ചയ്ക്ക് പോലും ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്ത രീതിയിലുള്ളൊരു അധ്വാനമായിരുന്നു. അതിൽ ഞാനത് 46-47 കിലോ ഉള്ള നമ്മളെപ്പോഴും 60-70 ഏറ്റവും തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തു. അന്നൊക്കെ നമുക്ക് കേക്ക് അന്ന് ചെയ്യുമ്പോൾ ഭയങ്കര മടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും തിരിച്ചു പോയാലെന്നൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷേ നമ്മളെപ്പോഴും നാട്ടിൽ പോയാൽ എൻ്റെ ഉപ്പ അത് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞാണ് അവിടെ തന്നെ നിൽക്കണമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്നു. പക്ഷേ അന്നാ ചെയ്ത ആ വർക്ക് ഇന്ന് നമ്മളൊരു അധ്വാനവും അതുപോലെ തന്നെ ഡെഡിക്കേഷനും അതുപോലെ തന്നെ ഒരു ഹാർഡ് വർക്ക് മെൻറ്റാലിറ്റി ഒക്കെ നമ്മളെ ഒരുപാട് പഠിപ്പിച്ചു. അത് ശരിക്കും അന്നങ്ങനെ ചെയ്തില്ല എന്നെങ്കിൽ ഇന്നങ്ങനെ ഒരു മടിയനായി പോവായിരുന്നു. ഞാൻ വരുമ്പോൾ ശരിക്കും ദുബായിൽ നിന്ന് അബുദാബിക്ക് പോവാം. എൻ്റെ റൂട്ട് ജബലലി ആയിരുന്നു. ജബലലിക്ക് പോകുമ്പോൾ ഒറ്റ റോഡാണ്. നമുക്കിപ്പോൾ അൽക്കൂസിക്ക് തിരിയണമെങ്കിൽ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിക്ക് പോവുക ഇവിടുന്നായിട്ട് പോകുമ്പോൾ. അപ്പോൾ ജബലലിക്ക് പോവുകയാണെങ്കിൽ റൈറ്റിക്ക് പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നത്തെ പോലെ 5-6 വരികളുള്ള പാര റോഡൊന്നും വന്നിട്ടില്ല. അന്ന് ഇവിടുന്ന് ഷെയ്ഖ് സായിദ് റോഡ് എന്ന് പറഞ്ഞാൽ വളരെ എംറ്റിയാണ്. അന്ന് ഒരു ടൊയോട്ട ബിൽഡിംഗ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മളെ ട്രേഡ് സെൻറ്ററും ഇതല്ലാത്തൊരു ബിൽഡിങ് ഉണ്ടായില്ല അന്നത്തെ കാലത്ത്. അന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഒരു 20-25 വർഷം ശേഷം ഇങ്ങനത്തെ നമ്മൾ ഒരിക്കലും ചിന്തിച്ചില്ല. ഉണ്ടാവും ഡെവലപ്മെൻറ്റ്സ്, പക്ഷേ ഇത്ര ആവും നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ഒരു ബ്രാൻഡ് ഇവിടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അതുവരെ ഇട്ടിട്ടില്ല. അത് പല ബ്രാൻഡുകളും കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഒരു പേര് കണ്ടെത്തണമെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ്
നമുക്കൊരു ശരിക്കും ഇവിടെ മലയാളികൾ ആ സമയത്ത് തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ഫുഡിന് ഒരു കറക്റ്റായിട്ടുള്ള പേര് വേണം. പലപ്പോഴും പലരും ചോദിക്കാറ് നമ്മുടെ തറവാട്ടിൻ്റെ പേരാണോ? അല്ല, നമ്മളിട്ട പേരെന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഒരു പേരും നെല്ലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പേരുണ്ടാവണം. അതാണ് അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഫസിൽ വന്നു. പിന്നെ അവരൊക്കെ പഠിപ്പിലൂടെ വന്ന ആ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. സ്വാഭാവികം നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ആ ടച്ചപ്പും അതിൻ്റെ കൂടെ പുതിയ വലിയ ബ്രാൻഡുകൾ എന്ത് ചെയ്യുന്നു എന്ന അറിവുകൾ കുറേ നമ്മൾ എന്ത് ചെയ്തു അഡോപ്റ്റ് ചെയ്യാൻ നോക്കി നമ്മുടെ കമ്പനിയിൽ. അതാണ് ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ വിജയം. നമുക്ക് അറിവില്ലെങ്കിലും മറ്റുള്ള നല്ല കമ്പനികൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി നമ്മുടെ കമ്പനി ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയിക്കുള്ളൂ. അതിൻ്റെ കൂടെ പുതിയ തലമുറകൾ നമ്മളൊപ്പം ചേർന്നു. അവരൊക്കെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു തുടങ്ങി. അപ്പോൾ അത് തന്നെയാണ് നമ്മളെ ഈ ഒരു രീതിയിലേക്ക് മാറുക. ഞാൻ 2005 ഇവിടെ വരുന്നത്. ആ സമയത്ത് അതിന് മുൻപും സ്കൂളിലും കോളേജിലേക്ക് പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട്. അന്ന് മാമൻ്റെ കൂടെ ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ റോസ് ഫ്ലവർ എന്നുള്ള ബ്രാൻഡാണ് കൂടുതൽ നാട്ടിൽ ഇവിടെ പിന്നെ നമ്മൾ ചെയ്തിരുന്നത്. 2004 നേരത്തെ മാമൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറ എന്ന് പറയുമ്പോൾ കുട്ടനാടൻ നെല്ലറുണ്ട്, അതുപോലെ തന്നെ പാലക്കാടൻ നെല്ലറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു കണക്ട് ചെയ്തിട്ടുള്ളൊരു പേര് സ്വാഭാവികമായിട്ടും നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നെ 2005 അങ്ങനെ അതിൻ്റെ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് പിന്നെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ വെല്ലുവിളികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനൊക്കെ അതിജീവിച്ച് പിന്നെ 2008 നമുക്ക് വേൾഡ് എക്കണോമിക് ക്രൈസിസ് വന്നത്. ആ സമയത്തൊക്കെ നമുക്ക് മാർക്കറ്റിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നെ എല്ലാവരും ഫേസ് ചെയ്ത പോലെ തന്നെ നമ്മളും ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിജീവിച്ച് മുന്നേറാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷം. അപ്പോൾ 2008 ഈ എക്കണോമിക് ക്രൈസിസ് വന്ന സമയത്ത് നമുക്ക് പിന്നെ നമ്മുടെ ഈ നെല്ലറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കുറേ കൂടെ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് സാധിച്ചു. പലർക്കും പല ബുദ്ധിമുട്ടുകൾ, ഒരുപാട് കമ്പനികൾ ആ സമയത്ത് ഫുഡ് സ്റ്റെപ്പ് ട്രേഡിംഗ് കമ്പനികൾ തന്നെ ആ സമയത്ത് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാങ്കുകൾ വരെ നമുക്കൊരു അക്കൗണ്ട് പോലും നമുക്ക് മറ്റേ ഫുഡ് സ്റ്റെപ്പ് ട്രേഡിംഗ് കമ്പനികളാണെങ്കിൽ പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും പ്രയാസം അനുഭവപ്പെട്ടൊരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും കുറേ വർഷങ്ങളുടെ ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെ അതിനൊക്കെ അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമ്മൾ റീസെൻ്റായിട്ട് നമുക്ക് പിന്നെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ നെല്ലറയോട് കൂടെയുള്ള ഒരുപാട് കമ്പനികളും അതാണ് പിന്നെ ഇപ്പോൾ നിലവിൽ ഉള്ളൊരു കാര്യം. അപ്പോൾ അതിനെ നമ്മൾ പിന്നെ RF കമ്പൈൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൻ്റെ കീഴിലേക്ക് ഈ മുഴുവൻ നമ്മളെ നെല്ലറ ഉൾപ്പെടെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. നമുക്ക് പിന്നെ നെൽസ് കഫേ ഉണ്ട്, അതുപോലെ നെല്ലറ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ അതുപോലെ വേറെയും കുറേ ബ്രാൻഡുകൾ നമുക്കുണ്ട്. അതിനെ മുഴുവനും പിന്നെ നമുക്ക് ഇതിൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. നമ്മളെ കമ്പനികളെയും ഒക്കെ മൊത്തത്തിൽ റീസ്ട്രക്ചർ ചെയ്തു. അത് നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്ത വലിയൊരു പിന്നെ മാറ്റമാണ്.
നമുക്ക് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2017 മുതൽ നമ്മൾ പിന്നെ നേരത്തെ നമ്മളെ സ്പൈസസിനെ പറ്റി നമ്മൾ ഒരുപാട് ഇവിടെ സംസാരിച്ചു. 2017 നമ്മൾ റെഡി ടു കുക്ക് എന്ന് പറയുന്നൊരു പുതിയ ഡിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് ഈ പൊറോട്ട, ചപ്പാത്തി, അതുപോലെ ദോശ ബാറ്റർ, ഇങ്ങനൊരു കുറേ സെഗ്മെൻറ്റാണ് അതിനകത്ത് വരുന്നത്. അത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. UAE നമ്മളൊരു ഫസ്റ്റ് പിന്നെ പൊസിഷനിൽ തന്നെ നമ്മൾ പിന്നെ നമ്മളെ കോമ്പറ്റീറ്റർ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്, ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. അതിന് മറ്റുള്ള GCC കൺട്രീസിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലും വളരെ വലിയൊരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു രീതിയിലൊരു എക്സ്പാൻഷനാണ് നമ്മൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ ബേസ്ഡ് നമ്മളൊരു പിന്നെ സ്പൈസസിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മളിപ്പോൾ 2 മാസങ്ങൾക്ക് മുൻപ് നമ്മൾ ലോഞ്ച് ചെയ്തു. നെല്ലറ എന്ന് പറയുമ്പോൾ അതൊരു പിന്നെ UAE അല്ലെങ്കിൽ ദുബായിൽ ജനിച്ച ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് നമുക്ക് നാട്ടിൽ കേരളത്തിൽ നമുക്ക് ഫാക്ടറി ഉണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരും ഒരു സ്പൈസസിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ കേരള മാർക്കറ്റ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം പല ബ്രാൻഡുകളും നമ്മളായിട്ട് കോമ്പറ്റ് ചെയ്തിരുന്ന ബ്രാൻഡുകളും ഇപ്പോൾ പിന്നെ എന്താ പറയുക വേറെ JVയും കാര്യങ്ങളും ഒക്കെ വന്ന് അങ്ങനെ ടേക്ക് ഓവർ ചെയ്തൊക്കെ പോയൊരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡ് എന്നുള്ള നിലക്ക് നമുക്ക് നല്ലൊരു സാധ്യത കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരും അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റ് വിവിധ സിറ്റികളിലേക്കും കൂടി നമ്മൾ പിന്നെ നമ്മുടെ ഒരു പ്രസൻസ് പിന്നെ എക്സ്പാൻഡ് ചെയ്യാനാണ്. നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നമുക്ക് നെല്ലറ കുറേയും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അത് പിന്നെ നമ്മുടെ സ്പൈസസും ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫ്രഷ് ഡിവിഷനും കൂടിയിട്ട് ബാറ്ററും പൊറോട്ട, ഫ്രഷ് പൊറോട്ട അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് നമുക്ക് ബാംഗ്ലൂർ നമ്മളൊരു സ്വന്തമായിട്ടൊരു യൂണിറ്റ് നമ്മളിപ്പോൾ പ്ലാനിങ്ങിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരള മാർക്കറ്റിൻ്റെ സ്പൈസസും ബ്രേക്ക്ഫാസ്റ്റ് പൗഡേഴ്സിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് ഇപ്പോൾ നമ്മൾ പിന്നെ ഇന്ത്യ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.